ഹായ് നമസ്കാരം. നമ്മുടെ കൂടെ നിന്ന് പ്രശസ്ത സിനിമാ താരം ഹരിശ്രീ അശോകൻ സാറാണ്. അപ്പോൾ അശോകൻ സാറിൻ്റെ ഒരു സൂപ്പർ പ്രസംഗം നിങ്ങൾ കേൾപ്പിച്ചു തരാം. ഓക്കെ. പ്രശസ്ത സിനിമാ താരം ഹരിശ്രീ അശോകൻ സാറ് ഹായ്. ഹായ്. നിങ്ങളോട് സംസാരിക്കാനും കിട്ടിയ സന്ദർഭം. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതൊക്കെ കോമഡിയാണ്, ഇപ്പോഴും കോമഡിയാണ്. കാരണം ഞങ്ങളുടെ കുടുംബം, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങളൊക്കെ ഒരു സന്തുഷ്ട കുടുംബത്തിൽ ജനിച്ചവരാണ്. അതായത് അച്ഛനും അമ്മയും 9 മക്കളും. ആ സന്തുഷ്ട കുടുംബത്തിൻ്റെ 6ാമനാണ് ഞാൻ. വീട്ടിൽ 9 മക്കളും അച്ഛനും അമ്മയും അങ്ങനെ 11 പേര്. പിന്നെ ഞങ്ങൾക്ക് കൂട്ടുകാരായിട്ട് 2 പേരും കൂടി ഉണ്ടായിരുന്നു. ഒന്ന് പട്ടിണി, ഒന്ന് ദാരിദ്ര്യം. ഭക്ഷണം ഒന്നും ചെറുപ്പകാലത്ത് കണ്ടിട്ടേ ഇല്ല മര്യാദക്ക്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നതിനും 50 പൈസ തലേ ദിവസം ഞങ്ങൾ എവിടെ നിന്നെങ്കിലും സംഘടിക്കും. ഞാനും എൻ്റെ ഇളയ പെങ്ങൾ സുജാതയും ഒരു സഞ്ചി എടുത്ത് എറണാകുളത്തിലെ മാർക്കറ്റിൻ്റെ സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ സഞ്ചിയുമായിട്ട് ഞങ്ങൾ 2 പേരും ഓടും മാർക്കറ്റിലേക്ക്. അപ്പോൾ അവിടെ തിങ്കൾ ബുധൻ വെള്ളി 3 ദിവസം ചന്തയാണ്. കപ്പ വരും ലോറിയിൽ. അപ്പോൾ ലോറിയിൽ നിന്ന് ചൊരിയാൻ നേരത്ത് അത് താഴെ വീഴുന്നതിൻ്റെ മൂല അതിൻ്റെ അറ്റം ഒടിഞ്ഞതിൻ്റെ അതിനെ ഞങ്ങൾ പറഞ്ഞ പൊടിക്കപ്പ എന്നാണ്. ആ കപ്പ 50 പൈസ കൊടുത്താൽ ഒരു സഞ്ചിയിൽ കുറച്ച് കിട്ടും. അപ്പോൾ അത് വാങ്ങി കൊണ്ടുവന്ന് അപ്പോൾ ശരീരത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി ശരിയാക്കി വേവിച്ച് അത് കഴിച്ചിട്ട് വേണം പോകാൻ. ആ 50 പൈസ കിട്ടിയെങ്കിൽ അന്ന് രാവിലെ പട്ടിണിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്ന് വർഷം ഉണ്ടാവില്ല. സ്കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ വീടിനടുത്ത് തന്നെയാണ് സ്കൂൾ. സ്കൂളിൽ നിന്ന് നേരെ ഓടി വീട്ടിലേക്ക് വരും. അടുക്കള വഴിയാണ് കയറുന്നത്, ഫ്രണ്ടിൽ കൂടിയല്ല പുറകിൽ കൂടിയാണ് കയറുന്നത്. കാരണം അടുപ്പിൽ തീ പോഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. പോഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. മിക്കവാറും ദിവസങ്ങളിൽ തീ പോഞ്ഞിട്ടുണ്ടല്ല. ഈ പുകയില്ലാത്ത അടുപ്പ് ആദ്യം കണ്ടുപിടിച്ച് എൻ്റെ വീട്ടിലാണ്. അങ്ങനെ അതുവഴി ഫ്രണ്ട് വഴി തിരിച്ചു ഓടും. എറണാകുളം മാർക്കറ്റിൻ്റെ അകത്തുകൂടി ഓടും. ചീനക്കിഴങ്ങ്, തക്കാളി, ക്യാരറ്റ്, വെജിറ്റേറിയൻ ആയിരുന്നു. ഇതൊക്കെ ഞാൻ കട്ടിട്ട് ഓടും, ചാക്കിൽ നിന്ന് വാരിയിട്ട് ഓടും. വെച്ചിട്ടാണ് അത് കിട്ടിയ ചിലപ്പോൾ പുറകെ ഓടും. എൻ്റെ കൂടെ കടക്കാർ എൻ്റെ കയ്യെ പിടിച്ച് കുടഞ്ഞോടെ തന്നെ ഇടിക്കും. പിന്നെ ഒരു ആശ്രയം ഞങ്ങളുടെ ഉപ്പാവ് വരെയാണ്. ഉപ്പാവ് കൊടുക്കുന്നൊരു പേരുണ്ട്, ഉപ്പാവും പേര് അയ്യപ്പച്ചട്ടൻ. പുള്ളിയുടെ അവിടെ ചെന്ന് നിൽക്കും. അപ്പോൾ ഉപ്പാവ് തീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ആ ഉപ്പാവ് കൊടുക്കുന്ന പുരയിൽ കാക്കകൾ ഗോതമ്പിൻ്റെ ഉപ്പാവ് ഇങ്ങനെ കൊത്തിപ്പറക്കിയിട്ടുണ്ടാകും. എന്നാലും ഞാൻ അവിടെ പോയി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അയ്യപ്പൻ നായർ ഇങ്ങനെ നോക്കിയിട്ട് വയ്ക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല. കാരണം വീട്ടുകാരെയൊക്കെ അറിയാം അവിടെ നിന്ന് ഉപ്പാവ് കഴിക്കാൻ പെടുന്നത് നിർബന്ധമാണ്. കാരണം വീട്ടിലെ പട്ടിണി അവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി. എന്നാലും ഞാൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അഭിനയം ആദ്യം പഠിച്ചത് അവിടെ നിന്നാണ്. കാരണം വിശക്കുന്നുണ്ടെന്ന് അഭിനയിച്ച് കാണിക്കും. വിശപ്പുണ്ടെങ്കിൽ തന്നെയും അപ്പോൾ ഇവിടെ ഒന്നുമില്ല പിക്കൊപ്പൊക്കെന്ന് പറയും. ആദ്യത്തെ അഭിനയം തുടങ്ങിയത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപ്പാവരുടെ അവിടെ നിന്നാണ്. കുറച്ച് കഴിയുമ്പോൾ എന്നെ വിളിച്ചിട്ട് നേരെ ഒരു പേപ്പറിൻ്റെ അകത്ത് കുറച്ച് ഗോതമ്പ് ഉപ്പാവ് പൊതിച്ച് തന്നിട്ട് പിക്കുമെന്ന് പറയും. ഞാൻ അങ്ങനെ സ്കൂളിൻ്റെ മൂത്രപ്പുരയുടെ അകത്ത് കയറും. ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. എന്നാലും അത് വാരി വിഴുങ്ങിയിട്ട് ഇത്തിരി വെള്ളം കുടിച്ചാൽ അന്നത്തെ ദിവസം ഓക്കെ. അങ്ങനെ എല്ലാ ദിവസവും ഒന്നും കിട്ടിയിരിക്കില്ല. അങ്ങനെ ഞാൻ പഠിച്ച്, പക്ഷേ ഞാൻ SLC പാസ്സായി. കോളേജിൽ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായി, പറ്റിയില്ല. വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പോകാൻ പറ്റിയില്ല. പഠിക്കുന്നതിൻ്റെ SLC ഇതിൻ്റെ തലേ ദിവസം ഞാൻ മഞ്ഞുമത്സരി നാറാണത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രോഗ്രാം നടത്തുക. 50 രൂപ കിട്ടി. ആ 50 രൂപ കിട്ടിയാൽ വീട്ടിലൊരു ദിവസം ഭയങ്കര ലാവിഷാണ്. ആ പ്രോഗ്രാമും കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കിടന്നുറങ്ങി, നെൽസൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടാണ് എന്നെ വെളുപ്പിൽ ഞാൻ ബസ് കയറി വീട്ടിൽ ചെല്ലുന്നത്. എന്നിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതി. അങ്ങനെ SLC പാസ്സായി. പക്ഷേ കോളേജിൽ പെടുന്ന വലിയ ആഗ്രഹമില്ലായിരുന്നു, പഠിക്കാനല്ല. യൂണിവേഴ്സിറ്റി വിന്നറാണ് മോണാക്ടിന്. പക്ഷേ അഡ്മിഷൻ കിട്ടിയില്ല. 77 ഉടനെ 77 തന്നെ പിക്കാസ് എടുത്ത് റോഡ് കുത്തിപ്പിടിക്കാൻ ഇറങ്ങി ടെലികോമിന് ജോലിക്ക് വേണ്ടി. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കോളേജിൽ പോകുന്ന കാണുമ്പോൾ ഞാൻ ഈ ട്രെഞ്ചിൻ്റെ അകത്ത് കുഴിയുടെ അകത്ത് ഇറങ്ങിയിരിക്കും.
തലവഴി ഇങ്ങനെ ഒരു തോർത്ത് ചുറ്റിയിട്ട് ഇറങ്ങിയിട്ടു. അവർ പാസ് ചെയ്ത് അങ്ങനെ പോയി കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇറങ്ങി, പിന്നെ പിക്കാസത്ത് കൊടുത്ത് അങ്ങനെ ഓൾഗ മട്ടാൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കുത്തി തുറന്നത്. അവിടെ 15 അടി ആണ് രണ്ടുപേരും കൊടുത്തിരുന്നത്. 5 അടി കുത്തി കേബിളിട്ട്. ഒരു ദിവസം എൻ്റെ കൂടെ പഠിച്ച 2 കൂട്ടുകാരെന്നെ കണ്ടു. എടാ നീ എന്താ ഇവിടെ? ഞാൻ കേബിൾ ഇടുകയാണ് ഇവിടെ ടെലിഫോണിൻ്റെ. ഓ നിനക്ക് ജോലിയായല്ലേ, ഞങ്ങൾക്കൊക്കെ ഇനി എന്നാ ഒരു ജോലിയാകുന്നത്. അത് കേട്ടപ്പോഴാണ് എനിക്ക് ബോധമുണ്ടായത്. ശരിയാണ്, ഞാനൊരു ജോലിക്കാരനാണ്. ഞാനന്ന് 6 രൂപ 70 പൈസയാണ് എൻ്റെ ശമ്പളം. ഞാൻ പിന്നെ തോർത്താതിട്ട് അരക്കെട്ടി കുത്താൻ തുടങ്ങി. ഈ കേബിൾ വലിക്കാൻ നേരത്ത് കേബിൾ വലിക്കുമ്പോൾ നീങ്ങി നിന്നിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ വലിക്കുന്നത്. അപ്പോൾ ആ വലിക്കുന്നതിന് അമ്പ ഇട്ട് കൊടുക്കണം. ഹേലേ മാലെ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഹെയ്ലസ ഹേലേ മാ എയിലത്ത അമ്പടെ കള്ള എയിലത്ത ആ പോലീസ് പോകുന്നത് എയിലത്ത. ഇതൊക്കെ നമ്മൾ വഴി കൊടുക്കണം, ആരെ വേണമെങ്കിൽ കളിയാക്കാം. അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ പോകുമ്പോൾ അവരെയൊക്കെ കളിയാക്കിക്കൊണ്ട് ഞാനിങ്ങനെ അങ്ങനെ എനിക്ക് പേര് കിട്ടിയ അമ്പ അശോകൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അങ്ങനെ കുറേ കാലം ജോലി ചെയ്തു, ടെലികോമിൽ സ്ഥിരമായി. ഈ സമയത്തെല്ലാം എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ മോണാക്ട് കോമ്പറ്റീഷന് പോകും, അതിനുശേഷം മിമിക്രി കോമ്പറ്റീഷന് പോകും. അത്തച്ചമയത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം വലിയ കോമ്പറ്റീഷനാണ്. അന്ന് എം ജി സോമൻ സാറൊക്കെയാണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ജയൻ, എം ജി സോമൻ ഇവരൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ പരിപാടിയാണ്, മത്സരങ്ങളെല്ലാം പങ്കെടുക്കാറുണ്ട്. അവിടെ പരിപാടിക്ക് പോകുമ്പോൾ എന്നെ പലരും പേടിപ്പിക്കും. അവിടെ പരിപാടിക്ക് പോകേണ്ട, കാരണം വലിയ കോമ്പറ്റീഷനാണ്. എനിക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ടെലികോമിൽ തന്നെ വർക്ക് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പേര് കൊടുക്കും ഈ വരണം എന്ന് പറഞ്ഞു. ഞാൻ പേര് കൊടുത്തു. ഞാൻ പോയി. ആ കൊല്ലം എനിക്ക് അന്ന് മോണാക്ട് മാത്രമേ ഉള്ളൂ, മിമിക്രി കോമ്പറ്റീഷനില്ല. മോണാക്ടിന് എനിക്ക് പ്രൈസ് കിട്ടി. അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം മോണോആക്ട് മിമിക്രി ഉണ്ടായിരുന്നു, അതിനും എനിക്ക് 2നും പ്രൈസ് കിട്ടി. അത് കഴിഞ്ഞുള്ള ഇതിന് ഞാൻ വീണ്ടും മത്സരിച്ചു. മോണോആക്ട് മിമിക്രി എനിക്ക് പ്രൈസ് കിട്ടി. 4ാം കൊല്ലം ഞാൻ ജഡ്ജായി. അതിനുശേഷം ഞാൻ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ അത്തച്ചമ്പൻ എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. അതൊക്കെ വലിയ നേട്ടങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കണം, നന്നായി പഠിക്കണം. പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ കിടന്നാണ് കൂടുതൽ കഷ്ടപ്പെട്ടേക്കുന്നത്. ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ വളർത്തിയെടുക്കാനും ഞങ്ങളെ ഇത്രയും വരെ ആക്കിയെടുക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടേണ്ട എൻ്റെ അമ്മയാണ്. അച്ഛനും ഉണ്ട്, ഇല്ലെന്നില്ല. പക്ഷെ അമ്മ ഒരുപാട് വീട്ടു ജോലിയും അത് ഇതൊക്കെ ചെയ്തിട്ടാണ് അമ്മ കഷ്ടപ്പെട്ട് ഞങ്ങളെയൊക്കെ ഈ 9 മക്കളെ വളർത്തണ്ടായിരുന്നു. അങ്ങനെ വളർന്നാണ് ഞങ്ങളെ കൂടെ വരെ എത്തിയത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ കലാപരമായിട്ടും സ്പോർട്സ് പരമായിട്ടും ഒക്കെ. അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ കൂട്ടത്തിൽ ഗാർഡിയൻസൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, സ്കൂൾ കഴിഞ്ഞ് വന്നാൽ അവർക്ക് ട്യൂഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞ് അവരെ പഠിപ്പിക്കുക, ആർട്സ് പരമായിട്ടും സ്പോർട്സ് പരമായിട്ടൊക്കെ പഠിപ്പിക്കുക. അത് വേറെ ഒന്നുമില്ല, അങ്ങനെ ഒരു വാസന അവർക്ക് ഉണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കാനും മറ്റൊന്ന് വേറൊരു രീതിയിലേക്ക് ഈ പിള്ളേർ പോകാതിരിക്കാനും. കാരണം ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്കറിയാം. ഡ്രഗ്സിനൊക്കെ അടിമയാണ് പലരും. അതൊക്കെ നമ്മുടെ പിള്ളേരെ വേറെ വഴിക്ക് തിരിച്ചു വിട്ടാൽ അതിൽ നിന്നൊക്കെ അവർക്ക് പിന്തിരിയാൻ പറ്റും. അതുകൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാവരും പഠിച്ച് വലിയവരാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അറിവിൻ്റെ ലോകത്തും അക്ഷരങ്ങളുടെ ലോകത്തും കലയുടെ ലോകത്തും ഒക്കെ നിങ്ങളെല്ലാവരും ചെറിയൊരു കൈത്തോക്കാണെങ്കിൽ എല്ലാവരും ഒരു പാറ്റണ്ടാങ്കായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട ശിഖ സുരേന്ദ്രൻ നമ്മുടെ ജില്ലാ കളക്ടർ ഈ വേദിയിലുണ്ട്. ഇന്ന് വയനാടിൻ്റെ ജില്ലാ കളക്ടറായിട്ടുള്ള മേഘശ്രീ വരേണ്ടതാണ്. യാത്രയുടെ ചെറിയ മിസ്സുണ്ട്. നമ്മുടെ ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള കണ്ണൂർ ജില്ലാ കളക്ടർ IAS ശ്രീ വിഷ്ണു എത്തിച്ചേരും. അതെല്ലാവരും കൂടി വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഈ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അധ്യയന വർഷം മുതൽ നിങ്ങളുടെ എല്ലാം പിന്തുണയോടെ ഈ അധ്യയന വർഷം മുതൽ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറാക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടി കൊല്ലൂർ നിയോജക മണ്ഡലത്തിലെ സിവിൽ സർവീസ് പരീക്ഷകളിൽ പങ്കെടുക്കാൻ പറ്റുന്ന കുട്ടികളെ തയ്യാറാക്കുന്നതിന് വേണ്ടി സൗജന്യമായി അവരെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സിവിൽ സർവീസ് അക്കാദമി കൊല്ലൂർ നിയോജക മണ്ഡലത്തിലെ കൊല്ലൂർ വിദ്യാഭ്യാസ സമൃദ്ധിയുടെ ഭാഗമായിട്ട് ആരംഭിക്കണം എന്നുകൂടി ഇത്തവണ മനസ്സിൽ വയ്ക്കുന്നുണ്ട്. അംഗനവാടി മുതൽ സിവിൽ സർവീസ് വരെ നമ്മുടെ നിയോജക മണ്ഡലത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമിക മാസ്റ്റർ പ്ലാനായിരിക്കും
ഈ അധ്യയന വർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് കൂടി ഞാൻ ഈ അവസരം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രമുഖരായിട്ടുള്ള നിരവധി പേരുടെ സാന്നിധ്യം ഇപ്പോൾ ഇവിടെയുണ്ട്. നമ്മുടെ ജില്ലാ കളക്ടർ ഈ വേദിയിലുണ്ട്. ഒരുപക്ഷെ സാധാരണ ആളുകൾക്ക് കൂടി IAS എന്ന ഉയർന്ന പദത്തിലേക്ക് കടന്നു വരാൻ ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ല എന്നും സാധാരണ മീഡിയം സ്കൂളുകളിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാപ്യമാണെന്നും നമ്മുടെ നാടിനെ പഠിപ്പിക്കാൻ അഭിമാനത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയുടെ അധികാരിയാണ് നമ്മുടെ ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള ശ്രീമതി IAS അവധി വേദിയിലുണ്ട്. ശ്രീ പോൾ തോമസ് ഇസാഫിന്റെ ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുന്ന ഒരു സ്വകാര്യ ബാങ്കിംഗ് സംവിധാനം നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധിയാണ്. TG രവിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. മലയാളത്തിന്റെ അഗ്രവാളികളിൽ ഒരു കാലം മുഴുവൻ അഭിനയിച്ചു തീർത്തിപ്പോഴും നിർത്താത്ത അഭിനയത്തിൽ